ഗൈസ്, വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സംഭവം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇപ്പോഴും സ്റ്റക്കായിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ നമ്മൾ വീഡിയോസ് കുറച്ച് നേരം അപ്ലോഡ് ഇരുന്നല്ലോ. അതായത് ഹോസ്പിറ്റൽ ഇഷ്യൂ കാരണം ആ ടൈമിൽ ഉള്ള സംഭവമാണ് ഇപ്പം യൂട്യൂബ് അൽഗോരിതം എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് കാര്യമായിട്ടുള്ള വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ ആരും ഈ ഒരു ഗീവ് അവേനെ പറ്റി അറിയില്ല. അപ്പം അത് സ്റ്റക്കായിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കാര്യമായിട്ടുള്ള വ്യൂസ് ഒന്നും അതിൽ കയറാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ആ ഒരു ഗീവ് അവേൻ്റെ ഗിഫ്റ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഓയിൽ പേസ്റ്റ് കളറും അതുപോലെ ഡ്രോയിങ് ബുക്കും ഇറേസറും സ്കെയിലും പെൻസിലുമാണ് ഞാനൊരു ഗീവ് അവേ ആയിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗീവ് അവേ ഒന്നും നടത്തുന്നില്ലല്ലോ. അപ്പോൾ 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗീവ് അവേ ഒക്കെ നടത്തുമോ എന്നുള്ളത്. അപ്പം അത് ഞാൻ എന്തായാലും നടപ്പിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഗീവ് അവേ ഗിഫ്റ്റ് കണ്ടിട്ട് ആരും അയ്യേ എന്ന് പറയരുത്. കാരണം നമ്മൾ ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ ഒരുപാട് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഗീവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു ഗീവ് അവേ ആണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷനും ആയിട്ടില്ല. അപ്പോൾ മോണിറ്റൈസേഷനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഹ്യൂജ് ആയിട്ടുള്ളൊരു ഗീവ് അവേ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഗീവ് അവേയിൽ നമുക്ക് എന്തായാലും 10K സബ്സ്ക്രൈബർ ആവുന്ന സമയത്താണ് കൊടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കമൻറ്റ് ഇടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. കമൻറ്റ് പിക്കർ വഴിയാണ് നമ്മൾ എന്തായാലും ഗീവ് അവേൻ്റെ വിന്നറെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. കിട്ടിയാലൊരു ഗിഫ്റ്റ് അല്ലേ, പോയാൽ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എങ്ങാനും നിങ്ങൾക്കാണ് ലോട്ടറി അടിക്കുന്നതെങ്കിലോ, ലൈഫേ ഒരു പരീക്ഷണമല്ലേ ഉണ്ണി. ഈ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കിതുവരെയായിട്ടും ഗീവ് അവേ കിട്ടിയിട്ടില്ല ചേച്ചി, എനിക്കിതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഈയിടെയായിട്ട് എന്തോ എൻ്റെ നാവിന് ഭയങ്കര തകരാറുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നൊരവസ്ഥ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. എന്തായാലും പല്ലിന് ക്ലിപ്പിട്ടുകൊണ്ടായിരിക്കും, നമുക്ക് ശരിയാക്കാം.